അതെ, ഡ്രൂ ഉത്തരം നൽകി. താൻ അവളോട് സ്നേഹപ്രകടനം നടത്തിയല്ലോ. അവളെ ഡാൻസ് ചെയ്യാൻ ക്ഷണിച്ചത് അവൾക്ക് വലിയ കാര്യമായി കാണും. കൂട്ടുകൂടാൻ വന്നതാ പാവം. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഡ്രൂ തന്നെ അവഗണിക്കുന്നതായി വൈശാഖിന് തോന്നി. എന്തോ അവൾ താനുള്ള ഭാഗത്തേക്ക് നോക്കാറില്ല. മുഖം കനപ്പിച്ച് വെക്കും. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കില്ല, പ്രത്യേകിച്ച് മുഖത്തേക്ക്. താൻ പണ്ട് മുമ്പിലത്തെ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ താല്പര്യം കാണിച്ചപ്പോഴായിരുന്നു അവൾ തൻ്റെ അടുത്ത് വന്ന് ഇരുന്നത്. പെൺകുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളെ ഇഷ്ടമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഓർത്ത് വൈശാഖ് പിന്നീടുള്ള ദിനങ്ങളിൽ പശ്ചാത്തപിച്ചു. മാസങ്ങളോളം. അന്ന് ആ കാറ്റ് പരീക്ഷയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഡ്രൂവുമായി കൂട്ടുകൂടാൻ അത് നല്ല അവസരമാകുമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അവളോട് കുറേ വർത്തമാനം പറയാമായിരുന്നു. പരീക്ഷ എഴുതിയത് കൊണ്ട് ഒരു പരീക്ഷ മാത്രം പാസ്സായി, ബാക്കിയെല്ലാം തോറ്റു. തൻ്റെ അടുത്ത് ബാങ്കിലുള്ള പൈസ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. താൻ കുറേ പരീക്ഷയിൽ തോറ്റിട്ടുണ്ട്, അത് എഴുതിയെടുക്കണം. അപ്പോൾ ഈ പരീക്ഷ എഴുതി ബുദ്ധിമാനാകുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് കരുതി. ഡ്രൂവിനും മറ്റും ഇൻ്റേർണലിൽ 0 കിട്ടാറുണ്ടെങ്കിലും സെമസ്റ്റർ പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ മേടിക്കും. വൈശാഖ് പരീക്ഷകൾ ഓരോന്നായി തോറ്റുകൊണ്ടേയിരുന്നു. അന്ന് അവൾ തൻ്റെ അടുത്ത് വന്നപ്പോൾ താൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അവൾക്ക് അത്ര പ്രാധാന്യം നൽകിയില്ല. പരീക്ഷകളെല്ലാം തോറ്റ വിഷമത്തിലായിരുന്നു. ജീവിതത്തിൽ സൗന്ദര്യമുള്ള പലതും തനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മൂല്യം താൻ തിരിച്ചറിഞ്ഞില്ല. അശ്രദ്ധ കാരണം അതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തനിക്കെന്ത് കിട്ടുമെന്ന് വിചാരിച്ചു. അവൾ തന്നെ ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. ആത്മവിശ്വാസം കുറവായിരുന്നു. എങ്കിലും പണമില്ലാത്തത് കൊണ്ടാണ് താൻ കാറ്റ് പരീക്ഷയിൽ ചേരാതിരുന്നത് എന്ന് തോന്നുന്നു. വൈശാഖ് ഒരു ദിവാസ്വപ്നം കണ്ടു. അതിൽ വൈശാഖ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ലേസർ ബ്ലേഡ് എടുത്ത് സ്വന്തം ചൂണ്ടുവിരലിൻ്റെ അറ്റം മുറിച്ചു. ഡ്രൂ തൻ്റെ പദമുള്ള കൊഴുത്തുരണ്ട ചൂണ്ടുവിരൽ വൈശാഖിന് നേരെ നീട്ടി. വൈശാഖ് തൻ്റെ കയ്യിലുള്ള ലേസർ ബ്ലേഡ് ഉപയോഗിച്ച് അവളുടെ വെളുത്തു തിളങ്ങുന്ന ചൂണ്ടുവിരൽ കീറി. കട്ടിയുള്ള ചുവന്ന ചോര പുറത്തേക്കൊഴുകി. ഡ്രൂ പതുക്കെ ഒന്ന് കരഞ്ഞു. വൈശാഖ് തൻ്റെ വിരൽ പതുക്കെ ഡ്രൂവിൻ്റെ ചോരയൊലിക്കുന്ന വിരലുമായി കൂട്ടിമുട്ടിച്ച് മുന്നോട്ടും പിന്നോട്ടും ഉരക്കാൻ തുടങ്ങി. ഡ്രൂ തൻ്റെ വശങ്ങളിലോട്ട് നോക്കി അത് ആസ്വദിച്ചു. 1.5 വർഷം കഴിഞ്ഞു. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത കാർ വൈശാഖിൻ്റെ മുമ്പിൽ വന്ന് നിർത്തി. അതിൽ നിന്ന് ഡ്രൂ പുറത്തിറങ്ങി. ഡ്രൂ വൈശാഖിൻ്റെ അടുത്ത് കോളേജിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. വൈശാഖ് കാറിൽ കയറി. ഡ്രൂ ചോദിച്ചു, ഇപ്പം വയറ്റിലെ മുറി ഉണങ്ങിയോ? ഉണങ്ങി, വൈശാഖ് പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഡ്രൂ ചോദിച്ചു. അച്ഛനും അമ്മയും, 3 ചേട്ടന്മാരും 2 പെങ്ങന്മാരും.